നമ്മൾ ഇലവിഴ പൂഞ്ചിറ സിനിമയുടെ ലൊക്കേഷൻ കണ്ടതിന് ശേഷം അവിടെ തന്നെയുള്ള മുനിയറ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ മുനിയറ കാണാൻ ഇലവിഴ പൂഞ്ചിറയിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ, അതായത് നമുക്ക് തിരിച്ചു പോകാനുള്ള വഴിയിലാണ് മുനിയറ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഓഫ് റോഡ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നടന്ന് കയറാമെന്നുള്ളവർക്ക് കയറാം, പക്ഷേ കുറച്ച് റിസ്ക്കാണ്. അപ്പം ഇച്ചായി മാത്രമാണ് കേട്ടോ മുകളിലോട്ട് കയറുന്നത്. ഞാൻ കയറുന്നില്ല. ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരാളോട് ചോദിച്ച സമയത്ത് ആളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നോട് കയറണ്ട, കാരണം വെച്ചാൽ ഇരുട്ടി 5 മണിയായി, അപ്പം മുകളിൽ കുറച്ച് റിസ്ക്കുള്ള സ്ഥലങ്ങളാണ്, അങ്ങനെ കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ചായ മാത്രമാണ് കേട്ടോ കയറിയത്. അപ്പോൾ പോയി ആൾ വന്നതിന് ശേഷം എനിക്ക് വീഡിയോ കാണിച്ച് തന്നപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നനവുള്ള പ്രദേശമായതുകൊണ്ടും ഇരുട്ടിയത് കൊണ്ടും അവിടെ ഇഴജന്തുക്കളുടെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇരുട്ടിയാൽ കുറച്ച് പ്രശ്നമാണ് മുകളിലോട്ട്, അങ്ങനെ അധികം ആൾതാമസം ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ ഒരു ചെറിയ റിസോർട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും ആൾക്കാർ കുറവാണ്. അപ്പോൾ ഈ 5 മണിക്ക് ശേഷമൊക്കെ അങ്ങോട്ട് പോകുന്നത് അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതിനുശേഷം ആളിങ്ങനെ കുറേ നേരം മുകളിലോട്ട് കയറിയിട്ട് കഴിയുന്നില്ലായിരുന്നു കേട്ടോ. നല്ല കാടിനുള്ളിൽ കൂടെയാണ് കയറുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോസ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതി അനുസരിച്ചാണ് എനിക്കും കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ മുകളിൽ കയറി ഏകദേശം ടോപ്പ് എത്തുന്ന സമയത്ത് നമ്മുടെ പകുതി ജീവൻ പോകുമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അത്രയ്ക്കൊരു കുത്തനെ കയറ്റമാണ്. അങ്ങനെ നമ്മൾ മുനിയറയുടെ ഫ്രണ്ടിലെത്തി. ഇതാണ് കേട്ടോ മുനിയറ. ആൾ പോകുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കയറണോ വേണ്ടേന്ന് ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ഒരു ജീപ്പിൽ കുറച്ച് ആൾക്കാർ വന്നു കേട്ടോ, കുറച്ച് പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരുമിച്ച് കയറാമെന്ന്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇതിനകത്തോട്ട് പോകണം കേട്ടോ. പണ്ട് മുനികൾ താമസിച്ച ഗുഹ എന്നൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ഇവരുടെ കൂടെ ഡ്രൈവറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് റൂമായിട്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മണ്ണിടിച്ചിലല്ല, ഈ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇതിനകത്ത് മണ്ണിടിഞ്ഞ് ഓരോന്നും അടയുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ പറയില്ലേ, ഒരാളോട് ചോദിച്ചപ്പം മുകളിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞു എന്ന്. അതിൻ്റെ മെയിൻ കാരണം ഇതും കൂടിയാണ് കേട്ടോ. മണ്ണിടിഞ്ഞ് വീഴുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആരും ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇതാട്ടോ ഡ്രൈവർ. അപ്പോൾ ആളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഏകദേശം മുട്ടുവരെ എത്തുന്ന വെള്ളമുണ്ട് കേട്ടോ, നല്ല തെളിനീര് വെള്ളം, കണ്ണീര് പോലെയുള്ള ശുദ്ധമായ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന ആ ഒരു പോർഷൻ മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല, മണ്ണടിഞ്ഞു പോയി. അപ്പോൾ ഇതിനകത്ത് റൂമായിട്ട് തിരിച്ച് പണ്ട് മുനികൾ താമസിച്ചിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ നേരം അവരതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അതിനുശേഷം അതിൻ്റെ ആ ഭാഗത്ത് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കയറാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്, കാരണം വെച്ചാൽ ഫുള്ള് മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞു. ഇത് ഫുള്ള് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അതിശയം തോന്നും. ഫുള്ള് മണ്ണിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഗുഹ പോലെ നല്ല രീതിയിൽ തുറന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അവിടെ മണ്ണായതുകൊണ്ട് വഴുക്കലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ട് വരുവാണ്. ഞാനവിടെ ജീവൻ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. ആൾ മുകളിലോട്ട് പോയിട്ട് കണ്ടുമില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ താഴോട്ടിറങ്ങി മെയിൻ റോഡിലോട്ട് പോകുന്ന വശത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കുളിക്കാനും ഒക്കെ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് മുഖം കഴുകി ഫ്രഷായിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് മുഖം കഴുകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല തെളിനീരാണ്. കുറച്ച് മുമ്പേ അവിടെയുള്ള കുറച്ച് ആൾക്കാർ അവിടെ കുളിക്കുന്നത് ഞാൻ കണ്ടിട്ട്, അതായത് അവിടെ താമസിക്കുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല ആൾ മുകളിലോട്ട് പോയിട്ട് കുറേ നേരം ആയെന്ന്. അപ്പോൾ ഞാൻ പേടിച്ചിരുന്ന സമയത്ത് അവരോട് ചോദിച്ചായിരുന്നു എന്തെങ്കിലും റിസ്ക് മുകളിലുണ്ടോ എന്ന്. അപ്പോൾ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞാണ് ഞാനൊന്ന് ഓക്കെ ആയിട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.